മഹോത്സവത്തിനായുള്ള അന്നദാനത്തിനോ വിഷരഹിത പച്ചക്കറി ശേഖരണത്തിനോ വിത്തിറക്കി രാവണീശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര ആഘോഷ കമ്മിറ്റി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു. രാവണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ 2025 ഡിസംബർ 21 മുതൽ 25 വരെ നടക്കുന്ന നവീകരണ കലശത്തിന്റെയും ഡിസംബർ 28 മുതൽ 31 വരെ നടക്കുന്ന ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെയും അന്നദാനത്തിന്റെ ആവശ്യത്തിലേക്കായി വിഷരഹിത പച്ചക്കറി ശേഖരിക്കുന്നതിനായി രാവണേശ്വരം കുന്നുപാറയിലെ 2.5 ഏക്കർ സ്ഥലത്ത് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തിടൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ പച്ചക്കറി വിത്തിറക്കിക്കൊണ്ട് വിത്തിടൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യങ്കെട്ട് മഹോത്സവത്തിന് ഇത്തരത്തിലുള്ള പച്ചക്കറി ആയാലും നെൽകൃഷി ആയാലും അവിടെയുള്ള മാതൃസമിതിയും അതോടൊപ്പം തന്നെ ആ നാട്ടിലെ ജനങ്ങളൊക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഇന്ന് ഒരുപാട് കൃഷി ഇറക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ആ ഒരു കളിയാട്ടത്തിന് നമുക്ക് ആവശ്യമായ അരിയായാലും പച്ചക്കറി ആയാലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ വിഷരഹിത പച്ചക്കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് ക്യാൻസർ പേഷ്യന്റിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പഴയ കാലങ്ങളിൽ കുറച്ച് പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറി ഇറക്കി അതാണ് നമ്മളൊക്കെ ഭക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. വിഷരഹിത പച്ചക്കറിക്ക് അത്ര കണ്ട് തന്നെ പ്രോത്സാഹനം നമുക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ സേവനങ്ങളും മറ്റു സഹായങ്ങളും പിന്തുണകളൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീടുകളിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ പ്രോത്സാഹനം നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ അവരവർക്ക് ആവശ്യമായ പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് അവർക്ക് ഭക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അതിലുപരി തന്നെ നമുക്ക് ഈ പുതുതലമുറ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിൽ നിന്നാണ് ഇതിന്റെ ഒരു പാഠം നമ്മൾ കുട്ടികൾ പഠിച്ച് മുന്നോട്ട് വരുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കുഞ്ഞിക്കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ പി മിനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ, ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ അനീഷ് ദീപം, കർഷക അവാർഡ് ജേതാവ് കെ വി രാഘവൻ, തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ ചരളിൽ, കളരിക്കാൽ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം സെക്രട്ടറി പ്രമോദ് ചിരക്കാൽ, മാക്കി വിഷ്ണുമൂർത്തി ക്ഷേത്രം പ്രസിഡന്റ് എ രാജൻ മക്കാക്കോട്ട്, വർക്കിംഗ് ചെയർമാൻ എ തമ്പാൻ മക്കാക്കോട്ട്, ആഘോഷ കമ്മിറ്റി ട്രഷറർ കെ വി പ്രവീൺ കുമാർ, സാമ്പത്തിക കൺവീനർ കെ വി കുഞ്ഞിരാമൻ തണ്ണോട്ട്, കർഷകൻ പി ഗണേശൻ, മാതൃസമിതി പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ വി വി ഗോവിന്ദൻ സ്വാഗതവും വിഷരഹിത പച്ചക്കറി ഇൻചാർജ് എം രമണി വയലപ്രം നന്ദിയും പറഞ്ഞു. മഹോത്സവത്തിന് ആവശ്യത്തിലേക്കുള്ള മുഴുവൻ പച്ചക്കറികളും ക്ഷേത്രത്തിന് സമീപമുള്ള വിവിധ സ്ഥലങ്ങളിൽ നാട്ടുകാരുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ കൃഷി ചെയ്ത് ശേഖരിക്കുവാനാണ് ആഘോഷ കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.